അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടുന്നത് സവാളയാണ്. അതിനൊരു 3 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. കൂടെ തന്നെ ഒരു 3 പച്ചമുളക് പൊടിയായിട്ടരുതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ടരുതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില പൊടിയായിട്ടരുതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈവച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലയും കൂടെ സവാളയിൽ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ സവാള കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഉപ്പ് ഞാൻ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് കടലമാവും 1/4 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും എടുക്കുന്ന നൈസ് അരിപ്പൊടി. 1 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം.